ഇതിലുള്ളതെല്ലാം ഒറ്റക്കൈയാണ്. ത്രിപതാക, അർദ്ധപതാക, കർത്തരി മുഖം, മയൂരം, അർത്ഥചന്ദ്രൻ, അരാളം, ശുഖതുണ്ടം, മുഷ്ടിശിഖരം, ചക്കിയോ. ചെറിയൊരു ടാസ്ക് കൂടി തരട്ടെ. കുറച്ചു മുദ്രകൾ കാണിക്കും. മുദ്രകൾ ഞാൻ കാണിക്കണം? ഓക്കെ. ഇന്ത്യയിലുണ്ട്, ഞാൻ പറയാം. പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ കാണിക്കേണ്ട മുദ്രകളൊക്കെ എഴുതി കൊണ്ടുവന്നുണ്ട്. ഓക്കെ. അല്ല, മുദ്രകളാണോ എക്സ്പ്രഷൻസ് ആണോ? ചേച്ചിക്ക് ഏതാ കംഫർട്ടബിൾ? മറ്റേ ശൃംഗാരം അങ്ങനത്തെ മുദ്രകൾ വേണോ? എനിക്കറിയില്ല, ഏതാച്ചാ കുഴപ്പമൊന്നുമില്ല. പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ഒന്നും പറയരുത് തന്നെ. ഇല്ല, ഓക്കെ. പതാക അറിയില്ല എന്ന് പറയാലോ. പ്രൊനൗൺസിയേഷൻ തെറ്റ എനിക്കറിയില്ല. അങ്ങനെയല്ല പറ. പ്രൊനൗൺസിയേഷൻ പതാക അങ്ങനെ ഒരു മുദ്രയുണ്ട്. പതാക എങ്ങനെയാണ്? സോ മുദ്രകളെ പറ്റി പറയുമ്പോൾ 2 തരത്തിലുള്ള മുദ്രകളാണ്. ഒന്ന് സംയുത ഹസ്താസ് ഉണ്ട്, അസംയുത ഹസ്താസ് ഉണ്ട്. സംയുത ഹസ്താസ് എന്ന് പറഞ്ഞാല് ചേർന്നിരിക്കണം, അത് 2 കൈ കൊണ്ടും കാണിക്കുന്നത്. പഞ്ചലി, കപോതം അതൊക്കെ സംയുത. അസംയുതം എന്ന് പറഞ്ഞാൽ ഒറ്റ കൈ കൊണ്ട് കാണിക്കണം. അപ്പൊ ഈ പതാക ത്രിപതാകയൊക്കെ ഒറ്റ കൈ കൊണ്ട് കാണിക്കുന്ന മുദ്രകളാണ്. ത്രിപതാക, അർദ്ധപതാക, കർത്തരി മുഖം, മയൂരം, അർത്ഥചന്ദ്രൻ, അരാളം, ശുഖതുണ്ടം, മുഷ്ടിശിഖരം, ചക്കിയോ, കപിതം, കടകാമുഖം, സൂചി, ചന്ദ്രകല, പത്മകോശം, സർപ്പശീർഷം, മൃഗശീർഷം, സിംഹമുഖം, കാങ്കുലം, മല്ലപത്മം, ചതുരം, ഭ്രമരം, ഹംസാസ്യം, ഹംസപക്ഷം, സന്തംശം, മുകുളം, താമ്രചൂടം, തൃശൂലം. അവിടെ നിർത്തും ചിലർ ഊർണാഭം, ബാണം, അർത്ഥസൂചിയും കൂടെ ചില സ്കൂൾസ് അങ്ങനെ ചെയ്യും. പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ലാംഗ്വേജ് പോലെയാണ്. അതായത് ഇപ്പോൾ പതാക എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ആളുകൾക്ക് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കുറേ സമയം എടുക്കും. കാരണം പതാക എന്ന് പറഞ്ഞ വാക്കിനൊരു അർത്ഥമുണ്ട്, ഫ്ലാഗാണ്. പക്ഷെ അതിന് യൂസ് എന്ന് പറഞ്ഞാൽ പതാകയ്ക്ക് തന്നെ ഒരു 37-38 യൂസസ് ഉണ്ട് ഡാൻസിൽ. അതായത് ഇപ്പോൾ രാത്രിന്ന് കാണിക്കാൻ, കരാന്ന് കാണിക്കാൻ, നിർത്തൂന്ന് കാണിക്കാൻ, വാതിൽ തുറക്കാൻ, വാതിൽ അടയ്ക്കാൻ, കണ്ണാടി നോക്കാൻ, കിടന്നുറങ്ങാൻ, അങ്ങനെ കുറേ യൂസസ് ഉണ്ട്. അങ്ങനെ ഓരോന്നിനും യൂസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കപ്പോൾ സെറ്റാണ്. അതായത് ബേസിക്കലി നമ്മുടെ ABC വാക്കുകളാക്കുമ്പോഴത്തെ പോലെയാണ് നമ്മുടെ ഭരതനാട്യത്തിൻ്റെ ആൽഫബറ്റ്സ് പറയുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് അത് ചെയ്യുമ്പോൾ നമ്മൾ വൃത്തിക്ക് വിരലുകളൊക്കെ പിടിച്ച് ചെയ്യണം, വലിച്ചു പിടിച്ച് ചെയ്യണം. ആദ്യത്തെ നിരയിലുള്ളത് തൊട്ട് ഏറ്റവും അവസാനത്തെ നിരയിലുള്ള ആൾക്ക് വരെ കാണാൻ പറ്റണം, അത്രയും സ്ട്രെങ്ത് കൊടുത്ത് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇനി ചോദിക്കില്ല, ഇനി പറയൂ. ഇപ്പൊ എല്ലാം ഒന്നെനിക്ക് തിരിച്ചു പറയൂ, പഠിപ്പിച്ചില്ലേ ഞാൻ? ഭയങ്കര ചെക്കിംഗ് ഒക്കെയാണ്. പതാക, ഓക്കെ, ഡൺ, 5 മാർക്ക്. ഇതുവരെ എല്ലാം ശരിയാണ്. അയ്യല്ല, ഞാൻ ആദ്യമായിട്ടോ നമ്മൾ മുദ്രകൾ നവരസങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അറിയാം, പക്ഷെ അങ്ങനെയല്ലോ പറയാനറിയാം. ഇത് ഭയങ്കര സംസ്കൃതാണോ? അല്ല, ഭയങ്കര കട്ടിയാ പറയാൻ. തെറ്റിപ്പോയാലോ? ഇത്ര ഡാൻസറിന്റെ മുന്നിലേക്ക് ഇരുന്നിട്ട് ഞാൻ തെറ്റിച്ചത് മോശമല്ലേ? എന്നാലും എഴുതി കൊണ്ടതല്ല ചെക്ക് ചെയ്യാൻ. ആ ലിസ്റ്റില്ലാണ്ട് ചേച്ചി ഒന്ന് പറയോ മുദ്ര എന്ന് പറഞ്ഞാലും മതിയായിരുന്നു. അല്ല, ഞാൻ വിചാരിച്ചു.